നമസ്കാരം. ആലപ്പുഴ ജില്ലയിലെ ചില ഹോട്ടലുകളിൽ ഷെഡ്യൂൾ 1 ഇനത്തിൽപ്പെട്ട കൃഷ്ണപ്പരുന്തുകളെ പ്രദർശന വസ്തുവാക്കുന്നതിനെതിരെ നടപടി. റെസ്റ്റോറന്റുകളിൽ ഭക്ഷണം കഴിക്കാനെത്തുന്നവർ ഇവയ്ക്കൊപ്പം ചിത്രമെടുത്ത് പ്രദർശിപ്പിച്ചതിനെ തുടർന്ന് പീപ്പിൾ ഫോർ ദി എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ആനിമൽസ് ഇന്ത്യ പ്രവർത്തകരുടെ പരാതി പ്രകാരം പോലീസും വനപാലകരും ചേർന്ന് റെയ്ഡ് നടത്തി. നോർത്ത് കൈനകരിയിലെ പള്ളാത്തുരുത്തി സുമൻറാസ് റെസ്റ്റോറന്റിൽ അനധികൃതമായി കൈവശം വച്ചിരുന്ന പ്രായപൂർത്തിയാകാത്ത കൃഷ്ണപ്പരുന്തിനെ കണ്ടെത്തി. ഉടമയുടെ വീട്ടിൽ ഒളിപ്പിച്ചിരുന്ന പക്ഷിയെയാണ് പിടികൂടിയത്. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഉടമയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. വന്യജീവി നിയമത്തിലെ ഷെഡ്യൂൾ 1 വിഭാഗത്തിൽപ്പെട്ട ജീവിയാണ് കൃഷ്ണപ്പരുന്ത്. വന്യജീവി നിയമത്തിലെ സെക്ഷൻ 9 സംരക്ഷിത വന്യമൃഗങ്ങളെ വേട്ടയാടുന്നത് നിരോധിക്കുന്നു. സെക്ഷൻ 2(16) പ്രകാരം വേട്ടയിൽ പിടിക്കുകയോ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുകയോ അതുപോലെ തന്നെ അത്തരം പ്രവർത്തികൾക്ക് സൗകര്യമൊരുക്കാൻ മൃഗങ്ങളെ ചൂണ്ടയിടുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് ഉൾപ്പെടുന്നു. സെക്ഷൻ 39(1) പ്രകാരം എല്ലാ വന്യമൃഗങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ സ്വത്താണെന്നും സെക്ഷൻ 39(3) പ്രകാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെയോ അംഗീകൃത ഉദ്യോഗസ്ഥന്റെയോ മുൻകൂർ അനുമതിയില്ലാതെ ഒരു വ്യക്തിക്കും ഏതെങ്കിലും വന്യമൃഗത്തെ സ്വന്തമാക്കാനോ കൈവശം വയ്ക്കാനോ കസ്റ്റഡിയിൽ വയ്ക്കാനോ നിയന്ത്രിക്കാനോ കഴിയില്ലെന്നും പറയുന്നു. ഷെഡ്യൂൾ 1 ഉൾപ്പെടുത്തിയിരിക്കുന്ന ബ്രാഹ്മിണി കൈറ്റിന്, അതായത് കൃഷ്ണപ്പരുന്തിന് നിയമപ്രകാരം ഉയർന്ന തലത്തിലുള്ള സംരക്ഷണം ലഭിക്കുന്നു. സെക്ഷൻ 51 പ്രകാരം ഷെഡ്യൂൾ 1 ഇനങ്ങളിൽ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾക്ക് 3 വർഷത്തിൽ കുറയാത്ത തടവും 7 വർഷം വരെ നീളാവുന്ന തടവും 25,000 രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കും. തുറന്ന ആകാശത്ത് പറക്കാൻ വേണ്ടി ജനിച്ച സാമൂഹിക ജീവികളാണ് പക്ഷികൾ. കൂടുകളിൽ ഏകാന്തമായും ദുരിതപൂർണമായും ജീവിതം ചെലവഴിക്കുകയോ വിനോദസഞ്ചാരികളെയോ ഭയന്ന് ജീവിക്കുകയോ ചെയ്യുന്നില്ല. പെറ്റ ഇന്ത്യ ലീഡ് ക്രുവൽറ്റി റെസ്പോൺസ് കോർഡിനേറ്റർ ശ്രീകുട്ടി ബെന്നറ്റ് പറയുന്നു. ആലപ്പുഴയിലെ ചില ഷാപ്പുകളിലാണ് പ്രധാനമായും കൃഷ്ണപ്പരുന്ത് പ്രദർശന വസ്തുവാകുന്നത്. ഇവിടെ കള്ളു കൊടുക്കുന്ന ചെത്തുകാർ തന്നെയാണ് പരുന്തിന്റെ കുഞ്ഞുങ്ങളെയും എത്തിക്കുന്നത്. ഉയരം കൂടിയ വൃക്ഷങ്ങളിലാണ് സാധാരണ കൃഷ്ണപ്പരുന്തുകൾ കൂടുകൂട്ടാറുള്ളത്. തെങ്ങ് ചെത്താൻ കയറുന്നവർ കൂട്ടിൽ നിന്നും കുഞ്ഞിനെ എടുത്ത് ഷാപ്പുകളിൽ കൊണ്ടു കൊടുക്കുകയാണ് പതിവ്. ഇങ്ങനെ ഷാപ്പുടമകൾ വളർത്തുകയും പ്രദർശനത്തിന് ഉപയോഗിക്കുകയുമാണ് ചെയ്യുന്നത്. ശ്രീകുട്ടി ബെനറ്റ്. ഞാൻ പീറ്റ ഇന്ത്യ എന്ന ആനിമൽ ഓർഗനൈസേഷനിൽ ലീഡ് ക്രുവൽറ്റി റെസ്പോൺസ് കോർഡിനേറ്ററായി പ്രവർത്തിച്ചു വരികയാണ്. 2023 മുതൽ പല വിദേശ സഞ്ചാരികളിൽ നിന്നും കിട്ടിയ വിവരത്തെ തുടർന്ന്, അതായത് ബ്രഹ്മണി കൈറ്റ്സ് കൃഷ്ണപ്പരുന്തുകളെ ആലപ്പുഴ ജില്ലയിലെ പല റെസ്റ്റോറൻറ്റുകളിലും അനധികൃതമായി പിടിച്ചുവെക്കുകയും അവിടെ ഭക്ഷണം കഴിക്കാൻ എത്തുന്ന വിദേശ സഞ്ചാരികൾക്ക് ഫോട്ടോ എടുക്കുന്നതിനും മറ്റ് എന്റർടൈൻമെന്റ് പർപ്പസിനുമായി ദുരുപയോഗം ചെയ്യുന്നു എന്ന് കിട്ടിയ വിവരത്തെ തുടർന്ന് പീറ്റ ഇന്ത്യ സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ആലപ്പുഴ SP കണ്ട് ഈ പരാതി ബോധിപ്പിക്കുകയും SP നിർദ്ദേശപ്രകാരം പോലീസിന്റെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും സഹായത്തോടുകൂടി ആലപ്പുഴയിലെ പല റെസ്റ്റോറന്റുകളിൽ റെയ്ഡ് നടത്തുകയും സുമന്ത്രാസ് എന്ന റെസ്റ്റോറന്റ് ഉടമയുടെ വീട്ടിൽ നിന്ന് അനധികൃതമായി പാർപ്പിച്ചു വെച്ചിരുന്ന കൃഷ്ണപ്പരുന്തിനെ പിടിച്ചു കെട്ടുകയും പിന്നീട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറുകയും ചെയ്തു. ഈ സുമന്ത്രൻ എന്ന റെസ്റ്റോറന്റ് ഉടമയുടെ പേരിൽ വൈൽഡ് ലൈഫ് ഒഫൻസ് റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്.